പെങ്ങളെ നിന്റെ കുറിച്ചായിട്ട് കേട് ബാലകാർത്തിമാരെ നിങ്ങളെ കുറിച്ച് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തില് ഒരു ബാലകാർത്തിയുടെ ചരിത്രം നാനൊപ്പ ചൊല്ലട്ടോ. അള്ളാന്റെ റസൂൽ അതാ മിഅ്റാജ് കടന്നു പോയപ്പാ ആ പെണ്ണിടെ സ്വർഗത്തിൽ അള്ളാന്റെ റസൂൽ കണ്ട ചരിത്രം പഠിപ്പാടിട്ടുണ്ട്. ആ പെണ്ണാറുകൊണ്ടുണ്ട ഈജിപ്തിലെ കൊട്ടാരത്തിൽ ഫിറഔന്റെ മോളുകു തലപാറിയോണ്ടിന്ന ഒരു പെണ്ണിടെ ചരിത്ര ശ്രദ്ധിച്ച് കേക്കോറോ പെങ്ങള് ബാലകാർത്തിമാരെ സ്വഹാബിമാരെ ചരിത്രം നിങ്ങൾ പഠിച്ചില്ലേ? ഒരു പെണ്ണിടെ ചരിത്രം കൂടെ നിങ്ങൾ പഠിപ്പാട്ടോറോ. ഒരു പെണ്ണിടെ ചരിത്രം നിങ്ങൾ പഠിക്കോറോ. ഈജിപ്തിലെ കൊട്ടാരത്തിൽ ബൽനോയിന്ന ഒരു പെണ്ണ് രാജാവിടെ മോലെ തലപാറിയോണ്ടിന്റെ റംസീസ് രണ്ടാമന് ചൊല്ലതായ ഫിറഔന് ചൊല്ല ഏറ്റവും മോശപ്പെട്ട ഭരണാധികാരി ഉള്ളല്ലേ അവന്റെ കാലഘട്ടത്തിൽ ഇന്ന് രാജാവിടെ കൊട്ടാരത്തിൽ ബൽന ഒരു പെണ്ണ് മാപ്പിള മുസ്ലിമായ കാരണത്തില് അതേ സ്പോട്ടില് മുസ്ലിമായ പെണ്ണ് ആ പെണ്ണാറ് കൊണ്ടുണ്ടോ അള്ളാന്റെ റസൂൽ നമുക്ക് പഠിപ്പാടി തന്നത് മാസിത്തതു ബിൻതി ഫിറഔൻ വഔലാദുഹാ ഈജിപ്തിയുടെ കൊട്ടാരത്തിൽ പറഞ്ഞ പെണ്ണ് ആ പെണ്ണാറ് കൊണ്ടുണ്ട മഹദിയായ ബീബി മാസിത റളിയല്ലാഹു തആല അൻഹായിരിക്കട്. ബീബി മാസിത പേര് കേട്ടാറാ? മാഷിത ബീബിയുടെ പേര് കേട്ടാറാ? എന്തായിട്ട് മാഷിത ചൊന്നെങ്കിൽ മുടി പാർന്ന് കൊടുക്കടെ പെണ്ണ് ഉണ്ടായിട്ട് അർത്ഥമുള്ളത്. മാഷിത ചൊന്നെങ്കിൽ മുടി പാരുടെ പെണ്ണ് എനിക്ക് വേറെ അർത്ഥമില്ല. ഹദീസിൽ വേറെ ആ പേര് മാഷിത ബീബിയുടെ നേരായ പേരെന്തില്ല ഹദീസിൽ വന്നിട്ടില്ല. പക്ഷെ അതിൽ വന്നത് മാഷിത്തത്തുൻ ബിൻതി ഫിറഔന വഔലാദഹാ ഫിറഔന്റെ മോളുകും ഫിറൗന്റെ മോളുകും തലവാരിയോണ്ടിന്ന പെണ്ണായിട്ടുണ്ട് മാഷിത. ആ മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹാ ഒർണോല് ഫിറഔന്റെ മോളുക്ക് ഇങ്ങനെ തലമാറുമ്പോ ആ ചീപ്പൊന്നു കീലുക പോലുടോ. ഒരു ചീപ്പ് ഇങ്ങനെ കീല് പോലുമ്പോ മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹാ ആ ചീപ്പൊന്നു പിറക്കിയെടുക്കുമ്പോ ബിസ്മില്ലാഹ് എന്ന് ചൊന്നിങ്ങനെ ചീപ്പെടുക്കുമ്പോ ഫിറഔന്റെ മോള് കേട്ടാള് നിങ്ങൾ ബിസ്മില്ലാണ്ട് ചൊന്നാറല്ലേ? നിങ്ങൾ ബിസ്മില്ലാണ്ട് ചൊന്നാറല്ലേ? അള്ളാടെ പേര് കൊണ്ടുണ്ട് ചൊന്നാറല്ലേ? അത് നിന്റെ ബാപ്പടെ കുറിച്ച് നിങ്ങൾ ചൊന്നതാ. കാരണം എന്തേ? ഫിറഔന് ചൊന്നോണ്ടിന്ന് അന റബ്ബുകുമുൽ അഅ്ലാ, നാനാട്ടികളുടെ ലോകത്തെ ഏറ്റവും വലിയ തമ്പുരാണ്, നാനാട്ടികളുടെ റബ്ബു ചെന്ന് ഫിറഔൻ അങ്ങനെ മാഷിത ബീബി ചൊല്ലു. ഇല്ല ഇല്ല, നിന്റെ ബാപ്പടെ കുറിച്ച് നാണ് ചൊന്നതല്ല. അല്ലാഹു റബ്ബി വറബ്ബുകും വറബ്ബു അബീക. ഓ പെണ്ണേ, നാണ് ചൊന്ന ആറ് കൊണ്ടുണ്ടോ? അല്ലാഹു എന്ന ഏക ഇലാഹനായ ഒരു അല്ലാഹു ഉണ്ടോ? നിന്റെ പടച്ച അല്ലാഹു, നിന്റെ ബാപ്പടെ സൃഷ്ടിച്ച അല്ലാഹു. മഹാനായ മൂസാ നബിയുടെ ശറഈയായ നിയമത്തില് അങ്ങനെയുള്ള അല്ലാഹു ഉണ്ടല്ലേ. ആ അല്ലാഹുടെ കുറിച്ച് നാ ചൊന്നേണ്ട് ചൊല്ലുമ്പോ ആ പെണ്ണ് കേൾക്കണാള് ഇത് നിന്റെ ബാപ്പടല് ചൊന്നെങ്കിൽ നിങ്ങളെ അവസ്ഥ എന്തായിരിക്കോ? അപ്പോഴും ആ മാഷിത ബീബി ചൊല്ലു തവക്കൽതു അലല്ലാഹ്. നീ നിന്റെ ബാപ്പടെ ചൊല്ലുടെ പ്രശ്നമല്ല. അങ്ങനെ പെണ്ണ് പോയിട്ട് ബാപ്പടെ ചൊല്ലാള്, അതായത് ഫിറഔനിലെ ചൊല്ലാള് ബാപ്പാ ഞങ്ങളെ ഉത്തര സ്വർത്തിലെ പെണ്ണുള്ള ആളല്ലേ, നിങ്ങ മാഷിത ചൊല്ല പെണ്ണുള്ള ആളല്ലേ, അവലെ മാപ്പിള ഇസ്ലാം സ്വീകരിച്ചേക്ക് നിങ്ങ കൊന്നാറല്ലേ. അതേ മാപ്പിളയുടെ അല്ലെങ്കിൽ മൂസാ നബിയുടെ ആ ദീന് വിശ്വസിച്ചൊരാള് ബാപ്പാണ്ട് ചൊല്ലുമ്പോ സുബ്ഹാനല്ലാഹ് ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിശ്വസിച്ച കാരണത്തോ ഫിറഔന് വലിച്ചോണ്ട് പണ്ട ആ ഫിറഔന്റെ കിങ്കരന്മാരുള്ള ആളല്ലേ. ഫിറഔന്റെ മുട്ട ഇങ്ങനെ വലിച്ചോണ്ട് വരുമ്പോ ഇതാ തലക്കിട തന്നെ വെക്കടാ, നല്ല തലച്ചോണ്ടുള്ള തന്നിടെ മുട്ടായിട്ടിക്കട് മാസിത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നിപ്പാട്ട ആറ് ലഅനത്തുല്ലാഹി ഫിറഔൻ. നല്ല തലക്കട തണ്ണി. ആ തലക്കട തന്നിക്കുമ്പോ ചിന്തിക്കൊറു നിങ്ങ മാസിത ബീബി ചൊല്ലാള് പിന്നെ
നീന നന്റെ റബ്ബുണ്ട് ചൊല്ലണോ, നന്റെ അള്ളാണ്ട് ചൊല്ലണോ. മൂസാ നബി കൊണ്ടുവന്ന ദീനിനെ നീന ധിക്കരിക്കണോ. മാഷിതാ ബീബി ചൊല്ലു, ഇല്ല ഇല്ല നാണയ്ക്ക് റെഡിയില്ല, നാണയ്ക്ക് റെഡിയില്ല. അങ്ങനെ മാഷിതാ ബീബിയുടെ 5 മക്കളില് വലിയ മോണായിട്ടുള്ളേ 12 വയസ്സുള്ള ഒരു മോണ്ട് ഇതാ ഫിറഔന് വിളിച്ചോണ്ട് വണ്ട. മാഷിത നീന ഇസ്ലാം പുട്ടണ്ട് കണ്ടെങ്കിൽ, മൂസാ നബിയുടെ ദീന് പുട്ടണ്ട് കണ്ടെങ്കിൽ ഈ 3 നിക്ക് തിരിച്ചു കിട്ടുവാ. അല്ലാണ്ട് കണ്ടെങ്കിൽ ഈ ചൂടുള്ള തന്നിക നിന്റെ മോണ്ട് നാണ് വലിച്ചിട്ടറിയുക. അപ്പോഴും മാസിതാ ബീവി ചൊല്ലു, അല്ലാഹു റബ്ബി സുബ്ഹാനല്ലാഹ്. മഹദിയായ മാസിതാ ബീവിയുടെ 1ാമത്തെ മോണ്ട് അതാ നല്ല തലക്കട തന്നെ കിട്ടാള്. സുബ്ഹാനല്ലാഹ്. മാസിതാ ബീവിയുടെ 12 വയസ്സുള്ള കിടാവോ ഉമ്മാ ഉമ്മാ ചൊന്നിട്ട് ഇങ്ങനെ പുൽപ്പിട്ടോണ്ടിക്കുമ്പോ മാസിതാ ബീബിയുടെ ഈമാൻ പതറില്ല. നിന്റെ മലറുള്ള പെങ്ങളെ, നിന്റെ ഈമാൻ എത്ര ഉണ്ടോ ഒന്ന് നീനൊന്ന് ടെസ്റ്റ് ആക്കണോ. മാസിതാ ബീബി ചാറില്ല. അങ്ങനെ 2ാമത്തെ കിടാവുടെയും തന്നെ കിടാ. 3ാമത്തെ ഒരു ചെറിയ ഒരു പെണ്ണ് കിടാവോ, ആ പെണ്ണ് കിടാവിടെ തന്നെ കിടുമ്പോ സുബ്ഹാനല്ലാഹ് മാസിതാ ബീബി പുൽപ്പിട്ടോണ്ടുണ്ടോ. നീനൊന്ന് പുട്ടേണ്ട കണ്ടെങ്കിൽ, മൂസാ നബിയുടെ നീനൊന്ന് ധിക്കരിച്ചെണ്ട് കണ്ടെങ്കിൽ ഈ പെണ്ണ് കിടാവൂ നിക്ക് തിരിച്ചു കിട്ടുവാള്. 2 മക്ക തന്നിക്ക് പോകുന്നില്ലേ. മാസിതാ ബീവിയുടെ ഈമാൻ പതറിട്ടില്ല. ഇല്ല, അല്ലാഹു റബ്ബി ഏക ഇലാഹനായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹനല്ലാണ്ട് അല്ലാഹു അല്ലാണ്ട് ഒരു ഇലാഹും ഇല്ലാണ്ട് മഹദിയായ മാസിതാ ബീബി ചൊല്ലുമ്പോ തന്റെ പെണ്ണ് കിടാവിടെ ഇതാ ഇങ്ങനെ പിടിക്കിടാള്. എന്നിട്ട് ചൊല്ലു, പെണ്ണേ ഈ കിടാവിടെ നാണ് തന്നെ കൊന്നിടുക. നീന് മാറെങ്കിൽ ചെയ്യാവിടെങ്കാവോ. പെണ്ണ് കിടാവല്ലേ, ഒരു ഉമ്മ അല്ലേ, മനസ്സൊന്ന് കറിഞ്ഞു പോവല്ലേ. എന്നാല് മാസിതാ ബീബി ക്യാറാക്കില്ല. അങ്ങനെ 4 മക്കളെ സുബ്ഹാനല്ലാഹ് മാസിതാ ബീബിയുടെ എതിരില് അതേ തലക്കട തന്നെ കിട്ടോണ്ടുള്ള 6 ഫിറഔ. സുബ്ഹാനല്ലാഹ്. ഫിറഔന്റെ പിഞ്ഞായായിട്ട് ആസിയാ ബീബി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ ദ്വാരനോട് അല്ലാഹ് ഫിറഔന്റെ ശർറടെ നന്റെ നീനെ സലാമത്താക്കണോ അല്ലാഹ്. അങ്ങനെ ക്രൂരനായ ആള് ഫിറഔ ചെറിയ ഒരു കുഞ്ഞുണ്ട്, ഒരു വയസ്സ് പോലും പൂർത്തിയാവാതെ, മുലപ്പാല് കൊടുത്തിട്ട് അതിന് പൂതി തീരാതെ ചെറിയ കുഞ്ഞിനെ വിളിച്ച വന്നിട്ട് കേക്കട ഫിറഔ, മാസിതാ നീനൊന്ന് ഈമാൻ ഇളകി പോണ്ട നോക്കറു. നീ മാസിതാ ചെറിയ കുഞ്ഞുണ്ടല്ലേ കയ്യില്, ഈ കുഞ്ഞ് നിക്ക് വേണ. 4 മക്ക തന്നിക്ക് പോണ്ട് വെന്തില്ലേ, ഈ കുഞ്ഞ് നിക്ക് തിരിച്ചു കിട്ടണ. മൂസാ നബിയുടെ ധിക്കരിക്കണോ, നന്റെ അല്ലാണ്ട് ചൊല്ലണോ. ഈമാൻ ഇളകി പോയില്ല. മാസിതാ ബീബി ഇങ്ങനെ പുൽപ്പിട്ടോണ്ടുണ്ട്. ആ കുഞ്ഞിരുന്ന് കയ്യിലെടുക്കട്, എന്നിട്ട് കുഞ്ഞിക്ക് ഇങ്ങനെ മുലപ്പാല് കൊടുക്കടു. സുബ്ഹാനല്ലാഹ്. ഫിറഔന് കേക്കടാ, മാസിതാ കിടാവിടെ നാണ് തന്നെ കിടണ, അല്ല നീന് ധിക്കരിക്കട്. ഇല്ല ഇല്ല നാണ് ധിക്കരിക്കില്ല. അപ്പായിട്ട് കുഞ്ഞു ചൊല്ലത് ഒരു വയസ്സ് പോലും പൂർത്തിയാവാതെ ചെറിയ കുഞ്ഞു ചൊല്ലു, ഉമ്മ നന്റെ ഉമ്മ യാ ഉമ്മി അംതി അലാ ഹഖ്. ഉമ്മ നിങ്ങ പുട്ടണ്ട ഉമ്മ, നിങ്ങ നല്ല ദീനിലെ ഉള്ളാറ് ഉമ്മ. ആ ചെറിയ കിടാവ് സുബ്ഹാനല്ലാഹ് മാസിതാ ബീബി ചൊല്ലുമ്പോ ആ കുഞ്ഞിരെ ഫിറഔന് അതേ തലക്കടതായ തന്നെ കിട്ട് കളയിടാ. മാസിതാ ബീബി റളിയല്ലാഹു അൻഹ പുൽപ്പിട്ടോണ്ടുണ്ടോ. എന്നിട്ട് ഫിറഔന് ചൊല്ലു, ഫിറഔനെ നന്റെ ഒരു ആഗ്രഹമുണ്ടോ, നന്റെ ഒരു മുറാദുണ്ടോ, എന്തൊരു കൊന്തുണ്ടാ. ഈ 5 മക്ക ഉള്ളാറല്ലേ, ഇങ്ങലൊട്ടിക നണ്ടമേ മറമാടണോ ചൊന്നിട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിട്ട് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു കൊണ്ടിട്ടോ മഹദിയായ മാസിതാ ബീവി അതേ തന്നിക ഓളോടു. സുബ്ഹാനല്ലാഹ്. ഉമ്മ അടക്കം 5 മക്കളും ഷഹീദാവുടാറ്. ഈമാൻ ഇളകില്ല.
അതുകൊണ്ട് മലാ